ഹായ് കീം 2025 ആപ്ലിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. സോ ആപ്ലിക്കേഷൻ്റെ ഡോക്യുമെൻറ്റ്സ് റിലേറ്റഡ് വീഡിയോസും രജിസ്ട്രേഷൻ എന്നിവരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് എങ്ങനെയാണ് കീം 2025 അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. സോ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കീം 2025 ഹൗ ടു അപ്ലൈയിൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് ഒരു ഇത് കാണാൻ സാധിക്കും. അത് തന്നെയാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കീം 2025 എഴുതുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷ എഴുതേണ്ടവർ ബി ഫാമിന് അപ്ലൈ ചെയ്യുന്നവരും ബി ടെക്കിന് അപ്ലൈ ചെയ്യുന്നവരുമാണ്. അതേസമയം നമ്മുടെ നീറ്റ്, അതായത് ഇപ്പോൾ MBBS, BDS, BSMS, BUMS, BHMS പോലുള്ള കോഴ്സുകളിലേക്കും അഗ്രികൾച്ചർ കോഴ്സുകളിലേക്കൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കീം രജിസ്റ്റർ ആണ് ചെയ്യേണ്ടത്. സിമിലർലി ആർക്കിടെക്ചർ കോഴ്സുകളാണെങ്കിലും നാറ്റ സ്കോർ വഴിയാണ് നിങ്ങളുടെ കീമിലേക്കുള്ള ദാറ്റ് ഈസ് എൻട്രി കണക്കാക്കുന്നത്. അപ്പം കീം എക്സാം എഴുതുന്നവർ ബി ടെക്കാരും ബി ഫാമിലേക്ക് അപ്ലൈ ചെയ്യുന്നവരായിരിക്കും. സോ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവുമായിട്ട് നമ്മളിപ്പം അപ്ലൈ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ കരുതി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറുമാണ്. ഫോട്ടോഗ്രാഫിൻ്റെയും സിഗ്നേച്ചറിൻ്റെയും കറക്റ്റ് ഫോമാറ്റ് ശരിക്കും അവർ കൃത്യമായിട്ട് വിഡ്ത്ത് സൈസ് അടക്കം അതിൽ പറയുന്നുണ്ട്. അതായത് 150 പിക്സൽ വിഡ്ത്തും 200 പിക്സൽ ഹൈറ്റുമാണ്. നിങ്ങൾക്ക് അതൊരു സ്റ്റുഡിയോയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു സ്പെസിഫിക്കേഷൻ കാണിച്ചൊരു പ്രോപ്പറായിട്ട് അത് സെറ്റ് ചെയ്ത് തരും. എന്നിട്ട് നിങ്ങളുടെ മെയിലിലേക്കോ എന്തെങ്കിലും സെൻഡ് ചെയ്തെടുക്കുക, എന്നിട്ട് നിങ്ങളത് പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യുക. സോ ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1 KB 100 KB ഇടയിലാണ്. സിഗ്നേച്ചറും ഇതുപോലെ തന്നെയാണ്. 150 പിക്സൽ വിഡ്ത്തും 100 പിക്സലാണ് അടുത്ത ഹൈറ്റ് പറയുന്നത്. 1 to 100 KB തന്നെയാണ് സൈസ് വരുന്നത്. പിന്നെ നമ്മുടെ പക്കൽ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരിക്കണം. ഈ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റാണ്. മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ 10th സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പ്രൂഫ് ഓഫ് നേറ്റിവിറ്റി ആണ്. അപ്പോൾ നേറ്റിവിറ്റി പ്രൂഫ് എന്ന് പറയുന്നത് ശരിക്കും ഒന്നെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ആകാം, SSLC സർട്ടിഫിക്കറ്റ് ആകാം, അല്ലെങ്കിൽ പാസ്പോർട്ട്, നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ പേരും കാര്യങ്ങളും കാണിക്കുന്ന പാസ്പോർട്ടിൻ്റെ പേജ് ഉണ്ടല്ലോ, അത് വേണമെങ്കിലാകാം. അതാണ് നിങ്ങളുടെ നേറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേറ്റിവിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും, ഇപ്പം NRI കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, ഇപ്പോൾ കേരളത്തിൽ പഠിക്കാതെ കീം എഴുതുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ നേറ്റിവിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോസ്പെക്ട്സിലൊരു സെക്ഷൻ തന്നെയുണ്ട്. ക്ലോസ് 6.1.1 ആണ്. പ്രോസ്പെക്ട്സിൽ കൃത്യമായിട്ട് വായിച്ചതിന് നോക്കിയതിന് ശേഷം എന്തെങ്കിലും എക്സ്ട്രാ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ കൂടെ അപ്ലോഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് റിസർവേഷൻ ആണ്. റിസർവേഷൻ എന്ന് പറയുന്നത് ഒന്ന് നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾക്ക് NCL, OBC, NCL കാറ്റഗറിയിലുള്ള SC/BC കാറ്റഗറി, SC/ST കാറ്റഗറീസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള NCL സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ SC/ST റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന സർട്ടിഫിക്കറ്റോ അപ്ലോഡ് ചെയ്യണം. പിന്നെ ജനറൽ കാറ്റഗറിയിലുള്ള EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം. പിന്നെ എല്ലാവരും ചോദിക്കാനുള്ള ഒരു കാര്യമാണ് ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഇപ്പോൾ ഞാനൊരു ജനറൽ കാറ്റഗറി സ്റ്റുഡൻ്റ് ആണെങ്കിൽ എനിക്ക് ഓൾറെഡി റിസർവേഷൻ ക്ലെയിം ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. സാധാരണ നമ്മുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഒരു നാച്ചുറൽ, അതായത് ഒരു ഫാമിലി ഇൻകം എത്രയാണെന്ന് കാണിക്കണം. നിങ്ങളുടെ വില്ലേജ്, താലൂക്ക്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റിന് പ്രൊക്യൂർ ചെയ്ത് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ഇൻകം സർട്ടിഫിക്കറ്റ് ക്ലെയിം ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല കാര്യം. കാരണം നിങ്ങളൊരു കറസ്പോണ്ടിങ് കോളേജിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ റാങ്ക് വളരെ കുറവാണെങ്കിൽ, ദാറ്റ് മീൻസ് റാങ്ക് നല്ല ഉയർന്ന റാങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫീ വേവർ സ്കീമിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അത് എല്ലാ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനും ഫീ വേവർ സ്കീം, FW സ്കീം എന്ന് പറയും, ആ സ്കീം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ആ സ്കീം വഴി നിങ്ങൾക്ക് ഫീ റിഡക്ഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം IHRD കോളേജസിലൊക്കെ ആണെങ്കിൽ 35,000 ആണ് അടുത്ത ഫീ സ്കീമെങ്കിൽ ഫീ വേവറിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഭയങ്കരമായുള്ളൊരു ഡിക്രീസ് നിങ്ങൾക്ക് അവിടെ കാണാം. അത് സെലക്ടഡ് കാൻഡിഡേറ്റ്സിന് മാത്രമേ കിട്ടത്തുള്ളൂ. ബേസ്ഡ് ഓൺ റാങ്ക് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻക്ലൂഡിംഗ് ജനറൽ കാറ്റഗറി സ്റ്റുഡൻസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഫീ ആണ്. ആപ്ലിക്കേഷൻ ഫീനെ കുറിച്ച് പറയുമ്പം നമ്മൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BFAM മാത്രമാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ 875 രൂപയാണ് ജനറൽ കാറ്റഗറിയിലുള്ളവർ അപ്ലൈ ചെയ്യേണ്ടത്. എഞ്ചിനീയറിംഗ് BFAM കൂടെയാണ് എഴുതുന്നതെങ്കിൽ 1125 രൂപയാണ്. ഇഫ് നിങ്ങൾ ആർക്കിടെക്ചർ മാത്രം അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്ക് മാത്രം അപ്ലൈ ചെയ്യുകയാണ്, എക്സാം എഴുതുന്നില്ല, അല്ലെങ്കിൽ ആർക്കിടെക്ചറും മെഡിക്കൽ അലൈഡും ബോത്തിന് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, അപ്ലൈ ചെയ്യുന്ന മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് 625 രൂപയാണ് കൊടുക്കേണ്ടത്. അതേസമയം എഞ്ചിനീയറിംഗും മെഡിക്കൽ അലൈഡും കൂടെ ഓപ്ഷൻ ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1125 ആണ് കൊടുക്കുക. അതേസമയം നിങ്ങൾ എഞ്ചിനീയറിംഗും BFAM മെഡിക്കൽ അലൈഡും ആർക്കിടെക്ചറും ഇതെല്ലാം കൂടെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1300 ആണ്. പുറത്തുള്ള കാൻഡിഡേറ്റ്സ് എക്സാം സെൻറ്റേഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ 15,000 രൂപയാണ് ശരിക്കും അവിടുത്തെ എമൗണ്ട്. 15,000 പ്ലസ് ആപ്ലിക്കേഷൻ ഫീ. ജനറലി ഇപ്പോൾ ഉള്ള ഞാൻ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഫീസിൻ്റെ കൂടെ ഒരു 15,000 റുപ്പീസ് നിങ്ങൾക്ക് അവിടെ അടയ്ക്കേണ്ടി വരും. സോ നമ്മുടെ രജിസ്ട്രേഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു 5 സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. ഫസ്റ്റ് നമ്മുടെ രജിസ്ട്രേഷൻ ആണ്. നമ്മുടെ ഇമെയിൽ IDയും ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യണം, നമ്മുടെ പേരും ഡീറ്റെയിൽസും കൊടുക്കണം. അങ്ങനെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫില്ലിംഗ് ആണ്. അതിനുശേഷം ആപ്ലിക്കേഷൻ ഫീ നമ്മൾ കൊടുക്കും.
ഇമേജ് അപ്ലോഡിങ്ങും സർട്ടിഫിക്കറ്റുമാണ് നെക്സ്റ്റ് പ്രൊസീജിയർ. ആൻഡ് ഫൈനലി നമ്മൾ ഇത് ചെയ്തതെല്ലാം പ്രിന്റ് ചെയ്ത് അക്നോളജ് ചെയ്ത് വെക്കുക. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം കീം കാൻഡിഡേറ്റ് പോർട്ടലിലേക്ക് എത്തണം. എങ്ങനെ എത്തുക? ce.kerala.gov. എന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ കയറേണ്ടത്. അവിടെ നിങ്ങൾക്ക് കീം 2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് കാണും. ആ പേജ് വരുമ്പം ടു ദ റൈറ്റ്, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും, ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ കോർണർ നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ ഹിയറും കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് കാണാം. അവിടെ നിങ്ങൾ രജിസ്റ്റർ ഹിയറിൽ എന്ത് ചെയ്യണം? ക്ലിക്ക് ചെയ്യണം. സോ രജിസ്ട്രേഷനിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമേ ഒരു ഡിക്ലറേഷൻ വരും. നമ്മുടെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കയ്യിലുണ്ട് എന്നുള്ള കാണിക്കാൻ വേണ്ടി ഐ ഹാവ് ഡൗൺലോഡഡ്, റെഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ വേരിയസ് ക്ലോസ് ഓഫ് കീം 2025 പ്രോസ്പെക്ട്സ്, അത് ടിക്ക് ചെയ്യുക. ഐ ഹാവ് എ വാലിഡ് ഇമെയിൽ ഐ ഡി ആൻഡ് മൊബൈൽ നമ്പർ ഓഫ് മൈ ഓൺ എൻ്റെയോ അല്ലെങ്കിൽ പേരൻസിൻ്റെയോ അതുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുക. ഐ ഹാവ് ദ ഇമേജസ് ഓഫ് മൈ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, അതേപോലെ തന്നെ സിഗ്നേച്ചർ, പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുക. സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം. അതിനുശേഷം ഡിക്ലറേഷൻ ടിക്ക് ചെയ്യുക. പ്രൊസീഡ് ടു ജനറേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. സോ ഈ പറഞ്ഞ കാര്യം രജിസ്ട്രേഷന് മുമ്പായിട്ട് ഈ കാര്യം നമ്മൾ പറഞ്ഞ സർട്ടിഫിക്കറ്റ്സും ഫോട്ടോഗ്രാഫ്സ് എല്ലാം കയ്യിലുണ്ടായിരിക്കണം. സോ നിങ്ങളുടെ രജിസ്ട്രേഷൻ വിൻഡോ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെയാണ്. അവിടെ നിങ്ങൾക്ക് പേരുണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, മൊബൈൽ നമ്പർ അത് കൺഫേം ചെയ്യണം, ഇമെയിൽ അഡ്രസ്സ് കൺഫേം ചെയ്യണം, പാസ്വേഡ് കൺഫേം പാസ്വേഡ്, ഒരു ആക്സസ് കോഡും കൊടുക്കണം. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നെയിമിൻ്റെ കാര്യമാണ്. അതായത് ഗിവ് നെയിം ഓഫ് ആപ്ലിക്കൻ്റ് ആസ് ഇൻ ക്ലാസ് 10 സർട്ടിഫിക്കറ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്. നിങ്ങളുടെ പേര് ആധാർ കാർഡ് പ്രകാരമല്ല കൊടുക്കേണ്ടത്, നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൻ്റെ പേര് പ്രകാരമാണ്. അതേപോലെ ഇപ്പോൾ എൻ്റെ പേര് അനന്തു എൻ എന്നാണെങ്കിൽ അനന്തു.n എന്നൊരിക്കലും എഴുതരുത്, അനന്തു സ്പേസ് എൻ. അത്ര കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവരതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇൻസെർട്ട് പ്രൊവൈഡ് എ ബ്ലാങ്ക് സ്പേസ് എന്നാണ് പറയുന്നത്. പേരൊരിക്കലും രജിസ്ട്രേഷന് ശേഷം എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ശ്രദ്ധിക്കണം. നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ cannot be changed later. one mobile number cannot be used for more than one കീം ആപ്ലിക്കേഷൻ. ഇപ്പോൾ എനിക്കും എൻ്റെ ഫ്രണ്ടിനും കൂടെ ഒരു കോമൺ മൊബൈൽ നമ്പർ എന്നുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതും മിസ്റ്റേക്കാണ്, അതും ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ OTPയും കാര്യങ്ങളെല്ലാം മെയിൽ ഐ ഡിയിലേക്കും ഇമെയിൽ നമ്പറിൽ ഫോൺ നമ്പറിലേക്കും ആയിരിക്കും വരിക. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കാൻ ശ്രമിക്കാം. പിന്നെ പാസ്വേഡ് കൺഫർമേഷൻ നമ്മൾ എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള പാസ്വേഡിൻ്റെ ജനറൽ റൂൾസ് തന്നെയാണ്. 8 ക്യാരക്ടറെങ്കിലും മിനിമം വേണം, ഒരു ക്യാപിറ്റൽ ലെറ്റർ കാണണം, ഒരു സ്മോൾ ലെറ്റർ കാണണം, ഒരു ആൽഫാ ന്യൂമറിക് നമ്പർ കാണണം, പിന്നെ ഒരു നമ്പർ കാണണം, പിന്നെ ആൽഫാ ന്യൂമറിക് ലെറ്റർ കാണണം. ഇത്രയും കാര്യങ്ങളാണ്. ആക്സസ് കോഡും കൊടുത്ത് രജിസ്ട്രേഷൻ കൺഫേം ചെയ്യുക. എല്ലാം കൃത്യമായി വായിച്ചു നോക്കി, തെറ്റുണ്ടെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ കൺഫേം ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ് എല്ലാം അവിടെ കാണിക്കുന്നുണ്ട്. രജിസ്ട്രേഷന് ശേഷം അവിടെ ഒരു 1 ടൈം പാസ്വേഡ് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വരും. അത് നിങ്ങൾ എൻ്റർ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന ശേഷമാണ് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് കിട്ടുക. അതായത് രജിസ്ട്രേഷൻ ക്യാൻ ബി കംപ്ലീറ്റഡ് ബൈ OTP. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആകും. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് നോട്ട് ചെയ്ത് വെച്ച ശേഷം നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതിൽ ലോഗിൻ ചെയ്ത് നമ്മുടെ 2025 ആപ്ലിക്കേഷൻ പോർട്ടൽ ലോഗിൻ ചെയ്ത് പിന്നെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാം? ആ പ്രൊസീഡ് ടു ഫിൽ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് ഡയറക്റ്റ്ലി പോകാൻ സാധിക്കും. ഇനി ഫില്ലിംഗ് ദ ആപ്ലിക്കേഷൻ ഫോമിൽ ഫസ്റ്റ് കാര്യം കോഴ്സ് ഡീറ്റെയിൽസ് ആണ്. അതായത് നിങ്ങൾ ഏതൊക്കെ കോഴ്സാണ് ചൂസ് ചെയ്യുന്നുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ഒന്ന് എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ട്, ആർക്കിടെക്ചർ ഉണ്ട്, മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് ഉണ്ട്, ഫാർമസി കോഴ്സ് ഉണ്ട്. ഏതൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ടിക്ക് ചെയ്യുക. ശ്രദ്ധിക്കണം, ഇവിടെ നിങ്ങൾ എക്സാം ആയിട്ട് കീം എഴുതേണ്ടത് എഞ്ചിനീയറിംഗ് കോഴ്സിനും ഫാർമസി കോഴ്സിനും മാത്രമാണ്. അത് നോക്കണം. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് കാണാം എന്ന് വെച്ചാൽ ഏതൊക്കെ സെൻറ്റേഴ്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രയോറിറ്റി ഓർഡറിൽ നിങ്ങൾക്കൊരു 8 പ്രയോറിറ്റി ഓർഡേഴ്സ് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ഏറ്റവും അടുത്ത് ഏതാണോ നിങ്ങൾ എക്സാം എഴുതുന്നത് അതിനടുത്ത് തന്നെ എക്സാം എഴുതുന്നവരത് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. സോ അത് സാധാരണ എഞ്ചിനീയറിംഗ് ബിഫാംകാർക്കാണ് ചോയ്സ് ഇൻ സെൻറ്റേഴ്സ് ഒക്കെ വരിക. അത് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാനാണ്. പേഴ്സണൽ ഡീറ്റെയിൽസിൽ ഒന്ന് നിങ്ങളുടെ ജെൻഡർ കൊടുക്കണം, പിന്നെ നാഷണാലിറ്റി എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ കേരള, നോൺ കേരളൈറ്റ് എന്നുള്ളൊരു പല ഇത് കാണും നേറ്റിവിറ്റിയിൽ. സോ അത് നോക്കുക, കേരളൈറ്റ് ആണോ, നോൺ കേരളൈറ്റ് ആണോ, നോൺ കോളറേറ്റ് സെക്കൻഡ് കാറ്റഗറി ആണോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നേറ്റിവിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫോർ സ്റ്റുഡൻസ് ഔട്ട്സൈഡ്. ഇപ്പോൾ കേരളത്തിൽ പഠിച്ചവരല്ലെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പ്രോസ്പെക്ട്സിലെ 6.1 അതുപോലെ 5.1.2 എന്ന് പറഞ്ഞ 2 ക്ലോസസ് നിങ്ങൾക്ക് പ്രോസ്പെക്ട്സിൽ കൃത്യമായി വായിച്ചു നോക്കണം. ഒരു വലിയ സെക്ഷൻ തന്നെ പ്രോസ്പെക്ട്സിൽ അതിനെക്കുറിച്ച് കാണിച്ചിട്ടുണ്ട്. സോ ഈ കാര്യങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം ആധാർ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആധാർ നമ്പറും കൊടുക്കാം. അതിനുശേഷം അച്ഛൻ്റെയും അമ്മയുടെയും ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ അവരുടെ ജനിച്ച അല്ലെങ്കിൽ അവരുടെ എവിടെയാണോ ബേസ് ചെയ്തിട്ടുള്ള അവരുടെ ഡിസ്ട്രിക്റ്റ്, ജില്ല കൊടുക്കണം. അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഒക്കുപ്പേഷൻ കൊടുക്കണം. പിന്നെ ഗാർഡിയൻ ആരാണ്, നിങ്ങളുടെ ഗാർഡിയൻ ആരാണ്. ഇപ്പോൾ അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ പേര് കൊടുക്കാം, അമ്മയാണ് അമ്മയുടെ പേര്, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളിപ്പോൾ ലോക്കൽ ഗാർഡിയൻ ഉണ്ടെങ്കിൽ ആരുടെ പേര് കൊടുക്കാം, ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് കൊടുക്കാം. അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സ് കൊടുക്കണം. ഫസ്റ്റ് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് കൊടുക്കണം. അതിനുശേഷം SSLCയിലോ ആധാറിലുള്ള നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് കൊടുക്കണം.
പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് അവിടെ എൻട്രി ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ സെയിം ആസ് പെർമനന്റ് അഡ്രസ്സ് കാണിക്കാവുന്നതാണ്. ഇനി അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ്. അക്കാഡമിക് ഡീറ്റെയിൽസ് നമുക്ക് കീം എഴുതുമ്പോൾ എല്ലാവരും അറിയാം, +2 പഠിക്കുന്നവർക്കും +2 പഠിച്ച് കഴിഞ്ഞവർക്കും എഴുതാൻ സാധിക്കുന്ന ഒരു എക്സാമാണ് കീം. അപ്പം ക്വാളിഫയിങ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് +2 ഓർ ഇക്വലന്റ് കാണും, അല്ലെങ്കിൽ 10+ ഡിപ്ലോമ വിത്ത് മാത്തമാറ്റിക്സ് അങ്ങനെ ഓപ്ഷൻസ് കാണും. അവിടെ നിങ്ങൾക്ക് +2 ഓർ ഇക്വലന്റ് കൊടുക്കാം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ കഴിഞ്ഞതാണെങ്കിൽ വെദർ പാസ്ഡ് ഓർ അപ്പിയറിംഗ് ദ ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന് ചോദിക്കും. പാസ്ഡ് ആണെങ്കിൽ പാസ്ഡ് ദ എക്സാം എന്ന് ക്ലിക്ക് ചെയ്യാം. അതേസമയം നിങ്ങൾ അപ്പിയറിംഗ് ആണെങ്കിൽ അപ്പിയർ ദ എക്സാം എന്ന് പറയാം, അപ്പിയറിംഗ് ദ എക്സാം എന്ന് പറയാം. സോ അപ്പിയറിംഗ് ദ എക്സാം ആകുമ്പോൾ നമുക്ക് പിന്നെ +2 മാർക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ചോദിക്കത്തില്ല. അല്ലെങ്കിൽ ബാക്കി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ +2ൻ്റെ രജിസ്റ്റർ നമ്പറൊക്കെ അപ്ലൈ ചെയ്ത് അവിടെ കൊടുക്കേണ്ടി വരും. സോ നമ്മുടെ ബോർഡ് സെലക്ട് ചെയ്യുക, രജിസ്റ്റർ നമ്പർ ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ ഉണ്ട്, ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ അവർ ചോദിക്കും +2 ലെവലിൽ സാൻസ്ക്രിറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതെനിക്ക് തോന്നുന്നു മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് വേണ്ടിയാണ്. അപ്പം ആയുർവേദിക് കോഴ്സസ് ഒക്കെ ആണെങ്കിൽ സംസ്കൃതം ഇതായിട്ട് നമ്മൾ ഒരു അപ്പർ ഹാൻഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഇപ്പം അത് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എസ് കൊടുക്കാം. ഇനി കീമിന് ഇതിന് മുമ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ കൊടുക്കാം. എസ് ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര അറ്റംപ്റ്റ് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടോ, 1 or 2 എന്ന രീതിയിൽ അവിടെ കൊടുത്താൽ നിങ്ങൾക്ക് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കാം. നെക്സ്റ്റ് ആണ് നമ്മുടെ കമ്മ്യൂണൽ റിസർവേഷനിലേക്ക് വരുന്നത്. നമ്മുടെ റിസർവേഷൻ ക്ലെയിമിലേക്കാണ് വരുന്നത്. അവിടെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ക്ലെയിം ഫോർ എലിജിബിൾ റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻ ഉണ്ട്. അവിടെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ പ്രോപ്പർ കാറ്റഗറി കൊടുക്കാം. SC BC SC ST ഈ പറഞ്ഞ പോലെ EWS കാറ്റഗറിനെ അത് അങ്ങനെ നിങ്ങൾക്ക് അത് ഓപ്ഷൻസിൽ കൊടുക്കാം. പിന്നെ അച്ഛൻ്റെ കമ്മ്യൂണിറ്റി ഏതാണ്, അമ്മയുടെ കമ്മ്യൂണിറ്റി ഏതാണ്, ഇൻ്റർകാസ്റ്റ്, അതായത് ഇപ്പം അച്ഛനും അമ്മയും SC ST കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് SC ST ബെനിഫിറ്റ്സ് കിട്ടാനുള്ള ആ ഒരു ഓപ്ഷൻ അവിടെയുണ്ട്. ചൈൽഡ് ഓഫ് എൻ ഇൻ്റർകാസ്റ്റ് മാരീഡ് കപ്പിൾ ഓഫ് ഹോം 1 ഈസ് SC or ST എന്നവർ പറയുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് സേവ് ആൻഡ് പ്രൊസീഡ് അവിടെ കൊടുക്കാം. പിന്നെ മറ്റ് റിസർവേഷൻ ഡീറ്റെയിൽസ് ആണ്. മറ്റ് റിസർവേഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ MBBSന് അപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഞാൻ ഓൾറെഡി ഇപ്പോൾ ഒരു ഹോമിയോപ്പത്തിക് ഡോക്ടറാണ്, അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ എനിക്ക് പല മെഡിക്കൽ കോളേജസിലും റിസർവേഷൻ ഉണ്ടായിരിക്കും. സോ അത് കംപ്ലീറ്റ് ചെയ്തു എന്ന് കാണിക്കാനുള്ള പ്രോപ്പറായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സാമ്പിളാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിപ്ലോമ ഹോൾഡേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ലബോറട്ടറി ടെക്നീഷ്യൻസ് ആണെങ്കിൽ, ഫുഡ് ടെക്നോളജി അതിൻ്റെ ടെക്നീഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വെറ്റിനറി കോഴ്സിന് വേണ്ടി ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രി ഹോൾഡേഴ്സിന് ആയുർവേദ MBBS കോഴ്സിന് വേണ്ടി ആയുർവേദ ഡിഗ്രി ഹോൾഡ് ചെയ്യുന്ന ആളാണെങ്കിൽ എനിക്ക് DA എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. പക്ഷേ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആലോചിക്കണം, നിങ്ങൾ അവിടെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, സർട്ടിഫിക്കറ്റ്സ് കൊടുത്തിരിക്കണം. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്കിപ്പം NCC കോട്ട വഴിയും അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ അഗ്രികൾച്ചർ അസിസ്റ്റൻസ് എന്നുള്ള രീതിയിലുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈൽ ചെയ്യുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് താഴെ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. അവിടെയും വ്യക്തമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. നിങ്ങൾക്കിപ്പോൾ അതിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ NCC കോട്ട അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, if you claim the seats reserved for the following categories, you should submit the printout of acknowledgement page of KEAM along with the required documents including service certificate. NCയുടെ സർവീസ് സർട്ടിഫിക്കറ്റ് നിങ്ങളത് ചെയ്തിരിക്കണം കറസ്പോണ്ടിങ് കറക്റ്റായിട്ട്. യു ആർ നോട്ട് റിക്വയർഡ് ടു അപ്ലോഡ് ടു ആപ്ലിക്കേഷൻ പോർട്ടൽ. അതായത് NCC സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ പോർട്ടൽ അപ്ലോഡ് ചെയ്യേണ്ടി വരത്തില്ല. പക്ഷേ നിങ്ങളിത് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കീമിൻ്റെ അക്നോളജ്മെൻറ്റും സർവീസ് സർട്ടിഫിക്കറ്റ് അടക്കം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഇൻകം ഡീറ്റെയിൽസ് ആണ്. ഇൻകം ഡീറ്റെയിൽസ് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇൻകം ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ജനറൽ കാറ്റഗറി ആണെങ്കിലും നിങ്ങൾക്ക് വില്ലേജ് ഓഫീസറിൽ നിന്ന് ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ കാറ്റഗറി സെക്ഷനിൽ പോയി അപ്ലോഡ് ചെയ്യാനും ഫീ വേവർ സ്കീം അവൈൽ ചെയ്യാനും സാധിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആനുവൽ ഫാമിലി ഇൻകം, ഏകദേശം ഒരു ഫാമിലി ഇൻകം ആനുവൽ എത്രയാണെന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്യാം. ഏതാണ് റവന്യൂ ജില്ല എന്നുള്ളതും താലൂക്ക് ഓഫീസ് ഏതാണ് വില്ലേജ് ഓഫീസ് ഏതാണെന്നോ അവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ് സബ്മിഷൻ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫീ റീഫണ്ട് ആവാൻ വേണ്ടിയാണ്. തിരിച്ച് ഫീ എന്തെങ്കിലും റീഫണ്ട് പ്രൊസീജിയർ നിങ്ങൾക്ക് ഇത് ഉണ്ടെങ്കിൽ അത് തിരിച്ച് റീഫണ്ട് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചേർന്നു, അപ്പോൾ നിങ്ങളവിടെ ആദ്യമേ പ്രാഥമിക ഘട്ട ഫീസ് അടച്ചു, പക്ഷേ നിങ്ങൾക്ക് ഹയർ അലോട്ട്മെൻറ്റ് വേറെ സ്ഥലത്ത് കിട്ടി, അപ്പോൾ ഈ ഫീസ് എനിക്ക് റീഫണ്ട് ചെയ്യണം, അല്ലെങ്കിൽ വേറെ കോഴ്സിലേക്ക് പോവുകയാണ്. അങ്ങനെയുള്ള കേസുകളിലൊക്കെയാണ് ശരിക്കും എനിക്ക് പറഞ്ഞ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടി വരിക. അതൊക്കെ സേഫാണ്, വേറെ ഒരു പ്രശ്നമില്ല. അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാം വായിച്ച് വ്യക്തമാക്കിയതിന് ശേഷം നിങ്ങൾക്ക് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കാം. അതിനുശേഷം ഫൈനലൈസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ പ്രൊസീജിയറാണ്. ആപ്ലിക്കേഷൻ ഫീയിലേക്ക് പോകുമ്പം അവർ നിങ്ങൾ അപ്ലൈ ചെയ്ത കോഴ്സിനനുസരിച്ച് നിങ്ങളുടെ ടോട്ടൽ ഫീസ് അവരുടെ കാണിക്കും. നിങ്ങൾക്ക് അത് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാം. ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് അവർ പ്രോപ്പർ കാണിക്കും ആപ്ലിക്കേഷൻ ഫീ എത്രയാണ് പേ ചെയ്യേണ്ടത് എന്ന് കാണിക്കും. അത് സക്സസ്ഫുൾ ആയതിനു ശേഷം മാത്രമാണ് നമുക്ക് ഇമേജും സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇമേജിൻ്റെ സൈസും വിഡ്ത്തും ഒക്കെ പ്രോപ്പറായിട്ട് അവർ പറയുന്നുണ്ട്. അതേ കാര്യം തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. അത് സക്സസ്ഫുൾ ആയി എന്ന് കൺഫേം ചെയ്യുക. അതിനുശേഷം നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് കാറ്റഗറിയാണ്. അവിടെ നമ്മുടെ റിസർവേഷൻ ക്ലെയിമിനനുസരിച്ച് അവിടെ ഇത്രയും സെക്ഷൻസ് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. നമ്മളിപ്പോൾ കൊടുത്തതൊക്കെ വെച്ചിട്ട് നമുക്ക് അവിടെ സെക്ഷൻസ് വന്നിട്ടുണ്ടായിരിക്കും. ആ സെക്ഷൻസിലെ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നാഷണാലിറ്റി പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്, അത് ബർത്ത് സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ് എന്ത് വേണമെങ്കിലും ആകാം. അത് വന്നിട്ടുണ്ടെങ്കിൽ
10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, ഇനി നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റും ഇതേപോലെ ബർത്ത് സർട്ടിഫിക്കറ്റും SSL സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഡേറ്റ് ഓഫ് ബർത്തിനും സിമിലർലി SSL സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൊടുക്കാം. പിന്നെ NCL സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, EW സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, പിന്നെ പല ഈ കാറ്റഗറി സ്പെഷ്യൽ കാറ്റഗറി ചൂസ് ചെയ്ത് സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഫൈനൽ സബ്മിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്നോളജ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്ത് കയ്യിൽ സൂക്ഷിക്കാം. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇൻ കേസ് നിങ്ങൾ ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ce.kerala.gov.in വെബ്സൈറ്റിൽ കയറി ടോപ്പ് റൈറ്റ് കോർണറിൽ ലോഗിൻ ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, നമ്മൾ പറഞ്ഞു ഏറ്റവും ആദ്യമേ ജനറേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആക്സസ് കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ഫർദർ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. ഒരിക്കലും ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും മറക്കരുത്. പാസ്വേഡ് നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റും, എന്നാൽ പോലും അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇനിയുള്ള നമ്മുടെ എൻറ്റയർ കീം കമ്മ്യൂണിക്കേഷൻ, അതായത് ഇപ്പം ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നോ, അലോട്ട്മെൻറ്റ് ഫില്ലിംഗ് നടക്കേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശരിക്കും നമ്മൾ ഈ പറഞ്ഞ ഈ ലോഗിൻ ID-യിലൂടെയാണ് ശരിക്കും ചെയ്യുന്നത്. സോ അത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോകുമ്പോൾ ഓക്കെ ഞാനൊരാളെ ഇത് ഏൽപ്പിച്ചേക്കാം, ആളങ്ങനെ ചെയ്തോളും എന്ന രീതിയിൽ നിൽക്കരുത്. നിങ്ങളുടെ ശ്രദ്ധ പ്രോപ്പറായിട്ട് ഉണ്ടായിരിക്കണം. ഒരുപാട് ആപ്ലിക്കേഷൻസ് കഴിഞ്ഞ വർഷമൊക്കെ റിജക്റ്റായി പോയതാണ് അശ്രദ്ധ മൂലം. അപ്പോൾ ആ ഒരു അശ്രദ്ധ, നിങ്ങൾ എത്രത്തോളം എക്സാമിന് പഠിക്കുന്നു അത്രത്തോളം പോലെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫില്ലിങ് ചെയ്യുന്നതുള്ളതും. സോ നല്ല പ്രോപ്പറായിട്ട് തന്നെ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക് യു സോ മച്ച്.